ഹലോ ഹായ് വെൽക്കം ബാക്ക്. ലൈവ് ടി വി റിപ്പോർട്ട് എന്ന് പറയുന്നത് ഒരുപക്ഷെ നമ്മൾ പുതിയതായിട്ട് പഠിച്ചൊരു ഡിസ്കോഴ്സ് ആയിരിക്കാം നമ്മൾ 11th സ്റ്റാൻഡേർഡിലേക്ക് വന്നപ്പോൾ. ഇതിനൊരു ഫോർമാറ്റ് ഉണ്ടോ എന്ന് വെച്ചാൽ ഇതിന് ഇങ്ങനെ ഒരു ഫോർമാറ്റ് ഒന്നുമില്ല. നിങ്ങൾ ടി വി കാണുന്ന സമയത്ത് എല്ലാ ചാനലിലും എല്ലാ പ്രോഗ്രാമിലും അവർ ഒരുപോലെയാണോ പ്രസന്റ് ചെയ്യുന്നത്? അല്ല, അത് പ്രോഗ്രാമിന്റെ സ്വഭാവത്തിനനുസരിച്ച് അവരുടേതായ രീതികളിൽ പ്രസന്റേഷനൊക്കെ ഒരുപാട് മാറ്റങ്ങൾ വരും. സോ നിങ്ങൾക്ക് ലൈവ് ടി വി റിപ്പോർട്ട് ഒട്ടും എഴുതാൻ പറ്റുന്നില്ല, നിങ്ങൾ നിങ്ങളുടേതായ ഭാഷയിൽ നിങ്ങളുടേതായ ഒരു സ്റ്റൈലൊന്നും കൊടുത്തിട്ട് എഴുതാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ എല്ലാ ലൈവ് ടി വി റിപ്പോർട്ടും ചോദിക്കുന്ന സമയത്ത് നമുക്ക് അവിടെ കൊടുക്കാൻ പറ്റുന്ന ഫില്ല് ചെയ്യാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം. അതിന്റെ കൂട്ടത്തിൽ ആ ചാപ്റ്ററിന്റെ കണ്ടന്റ് കൂടി എഴുതി വെച്ചാൽ നമ്മുടെ ഉത്തരമായി ഒരു 6 മാർക്ക് ഈസിലി അടിച്ചെടുക്കാം. വളരെ സിമ്പിൾ ആണ്. അതുപോലെ തന്നെ ഈ ഒരു ലൈവ് ടി റിപ്പോർട്ട് ചോദിക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ സാധ്യത എന്ന് പറയുന്നത് നമ്മുടെ ട്രിപ്പ് ഓഫ് ലഹോള എന്ന് പറയുന്ന ഗീത് മോപ്പാസംഗിന്റെ ആ ഷോർട്ട് സ്റ്റോറിയിൽ നിന്നായിരിക്കും ഏറ്റവും കൂടുതൽ സാധ്യത. അപ്പോൾ അതിന്റെ ഒരു റെഫറൻസ് കൂടെ ഞാൻ ഇവിടെ കൊടുക്കാം. ഈ ഒരു ചാപ്റ്ററിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ സാധ്യത. ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് ഇങ്ങനെ ഒരു ചോദ്യം വന്നു കഴിഞ്ഞാൽ എങ്ങനെ എഴുതണം എന്നുള്ളത് ഒരു റെഫറൻസ് കൂടെ ഞാൻ കൊടുക്കാം. അത് നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ്, അത് നിങ്ങൾക്ക് വായിച്ച് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. പക്ഷേ ഇതിൽ ജനറലി നമ്മളോട് എന്ത് ചോദിച്ചാലും നമുക്ക് ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം. സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അല്ലേ നമ്മളൊരു വിഷ് ചെയ്തുകൊണ്ട് തുടങ്ങുക. ഗുഡ് മോർണിംഗ് എന്നോ ഗുഡ് ഈവനിങ് ലേഡീസ് ആൻഡ് ജെന്റിൽമെൻ എന്ന് പറഞ്ഞുകൊണ്ട് തുടങ്ങുക. ഇത് ഒന്നാമതായിട്ട് ഫസ്റ്റ് സെന്റൻസ് തന്നെ ഇങ്ങനെയാണ് നമ്മൾ തുടങ്ങുക. സാധാരണഗതിയിൽ ഇങ്ങനെ തന്നെ നിർബന്ധം ഉണ്ടോ? നമ്മളിപ്പോൾ യൂട്യൂബിൽ ഒരു ചാനൽ സംസാരിക്കുന്ന സമയത്ത് ഗുഡ് മോർണിംഗ് ലേഡീസ് ആൻഡ് ജെന്റിൽമെൻ എന്ന് പറഞ്ഞുകൊണ്ടാണ്? അല്ല, ഞാൻ പറഞ്ഞല്ലോ നമ്മൾ ഈ ചാനലിന്റെ അല്ലെങ്കിൽ ആ പ്രോഗ്രാമിന്റെ സ്വഭാവത്തിനനുസരിച്ച് മാറ്റം വരും. പക്ഷെ ഇത് നിങ്ങൾക്ക് ഏത് ലൈവ് ടി വി റിപ്പോർട്ടിൽ എഴുതാൻ വേണ്ടി പറ്റും. ഇത്ര മതി. ഓക്കെ, ഇനി നമ്മൾ പ്രോഗ്രാമിനെ കുറിച്ച് പറയാണ്. നെക്സ്റ്റ് ഓൺ അവർ ഡാഷ് പ്രോഗ്രാം എന്ന് പറയുമ്പോൾ അവിടെ നിങ്ങൾക്ക് എന്ത് ഫില്ല് ചെയ്യാം. ഇൻഫോർടൈൻമെന്റ് ടുഡേ എന്നോ അല്ലെങ്കിൽ എന്താ പറയാ വാട്ട്സ് ഓൺ യുവർ പേഴ്സ്, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒരു പ്രോഗ്രാമിന് പേര് അങ്ങോട്ട് കൊടുക്കുക. അതൊന്നും ഇതിൽ കൊടുക്കരുത് കേട്ടോ. ഇതിലിപ്പോൾ നമ്മൾ ഈ ഒരു ഷോർട്ട് സ്റ്റോറി എന്നാണ് ചോദ്യം വരുന്നുണ്ടെങ്കിൽ ഇൻഫോർടൈൻമെന്റ് ടുഡേ എന്നൊക്കെ കൊടുത്താൽ മതി. വി ഹാവ് രാമു നമ്മുടെ റിപ്പോർട്ടറിന്റെ പേരാണ്. റിപ്പോർട്ടിംഗ് ലൈവ് ഓൺ ദ സ്റ്റോറി. എന്താ സ്റ്റോറി? ട്രിപ്പ് ഓഫ് ലഹോള എന്ന് പറയുന്നത് ആ ഷോർട്ട് സ്റ്റോറിയുടെ പേരല്ല കേട്ടോ. എന്താണ് നമ്മൾ അവിടെ കാണിച്ചു കൊടുക്കുന്നത്, ഈ ഓഡിയൻസിന് എന്താണ് കാണിച്ചു കൊടുക്കുന്നത്? ഈ ട്രിപ്പ് ഓഫ് ലഹോളയാണ് നമ്മൾ കാണിച്ചു കൊടുക്കുന്നത്. ഫ്രം ഡാഷ് പ്ലേസ്, എവിടെ നിന്നാണോ നമ്മൾ കാണിച്ചു കൊടുക്കുന്നത്. ഇപ്പൊ പാരീസ് എന്ന് കൊടുക്കാം. അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ ഇതിന്റെ ഒരു ഫോർമാറ്റ്. ആദ്യം വിഷ് ചെയ്ത് തുടങ്ങുക, പിന്നെ എന്താണ് പ്രോഗ്രാം, ആരാണ് ഈ റിപ്പോർട്ടർ, അതുപോലെ തന്നെ എവിടെ നിന്നാണ് നമ്മൾ എടുക്കുന്നത് എന്നുള്ള ഇത്രയും കാര്യങ്ങൾ പറയാം. ഈ ഒരു സെന്റൻസ് അതുപോലെ തന്നെ കൊടുക്കാം, തെറ്റൊന്നുമില്ല. വെൽക്കം ടു ഡാഷ് ടി വി, നമ്മൾ ടി വിയുടെ പേര് പറയാ, പ്രോഗ്രാമിന്റെ പേര് പറയാം. ഇനി നമ്മൾ എവിടെയാ ഉള്ളത് എന്നാണ് നമ്മൾ പിന്നെ പറയുന്നത്. വി ആർ റൈറ്റ് ഇൻ ഫ്രണ്ട് ഓഫ് ഡാഷ് പ്ലേസ്, അല്ലെങ്കിൽ നമ്മളിപ്പോ അതിന്റെ മുന്നിലാണുള്ളത്. ഇങ്ങനെ ഒരു സീനറിയാണ് നമ്മൾ കാണുന്നത്. വി ആർ റൈറ്റ് ഇൻ ഫ്രണ്ട് ഓഫ് ദിസ് ഹോട്ട് ബലൂൺ എന്നൊക്കെ നമുക്ക് പറയാം. ഇനി നമുക്ക് തള്ളി മറിക്കാനുള്ള കുറച്ച് കാര്യങ്ങളാണ്. This is undoubtedly a stunning sight to watch and I'm sure this would blow your mind if you were here. നിങ്ങൾ ഇവിടെ ഉണ്ടെങ്കിൽ നിങ്ങളുടെ കണ്ണടിച്ചു പോകും, നിങ്ങളുടെ കണ്ണ് തള്ളി പോകുന്നൊക്കെ അങ്ങ് ചുമ്മാ അടിച്ചു വിടുക. ഇത് നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ ഇതൊരു എക്സൈറ്റിംഗ്, ഒരു ഫെന്റാസ്റ്റിക് സൈറ്റ് ആണ്, ഇത് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ ഞെട്ടിപ്പോവും എന്നൊക്കെ അങ്ങോട്ട് തട്ടിവിടുക. ഇങ്ങനെയൊക്കെ പൊലിപ്പിച്ച് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ഈ ലൈവ് റിപ്പോർട്ടർമാരുടെ ഒരു രീതിയാണ്. അപ്പൊ അതുപോലെ തന്നെ അങ്ങോട്ട് പറഞ്ഞാൽ മതി. ഹൺഡ്രഡ്സ് ഓഫ് പീപ്പിൾ ഹാവ് ഓൾറെഡി സറൗണ്ടഡ് ഹിയർ ടു വിറ്റ്നസ് ദിസ് മാർവൽ. നൂറുകണക്കിന് ആളുകളിലെ ഈ അത്ഭുതം, ഈ മഹാത്ഭുതം കാണാൻ ഇവിടെ ഓൾറെഡി വന്നു കഴിഞ്ഞിട്ടുണ്ടോ, ഇത് വിറ്റ്നസ് ചെയ്യാൻ എന്ന് പറയാ. അപ്പോൾ 100 or 1000 ഒക്കെ കൊടുക്കാം. പിന്നെ ദിസ് ഈസ് ക്വൈറ്റ് ഫെന്റാസ്റ്റിക് ആൻഡ് ഷ്യൂർലി എ വിഷ്വൽ ട്രീറ്റ് യുവർ ഐസ്. അല്ലെ, ഇത് കാണുന്ന സമയത്ത് ഇതൊരു വിഷ്വൽ ട്രീറ്റ് ആണെന്ന് പറയുന്നു. ഇതിന്റെ ഒരു കാണാനുള്ള ഒരു ഭംഗിയെ കുറിച്ച് പറയാണ്, അതിന്റെ ഒരു വിഷ്വൽ ട്രീറ്റ്മെന്റിനെ കുറിച്ച് പറയാണ്. അത്രയും അടിപൊളിയായ എന്തോ ഒരു സംഭവമാണെന്ന് അങ്ങോട്ട് പറയാം. ഇനി അതല്ലെങ്കിലും അങ്ങോട്ട് പറഞ്ഞേക്കുക, അതിൽ തെറ്റൊന്നുമില്ല. കാരണം അങ്ങനെ ഒരു കാര്യത്തിനെ കുറിച്ച് നമ്മളോട് എന്ത് പറയുള്ളൂ, ലൈവ് ടി റിപ്പോർട്ട് ചോദിക്കുള്ളൂ. സോ ഒരുവിധം എല്ലാത്തിലും കൊണ്ട് തള്ളാൻ പറ്റുന്ന ഒരു ഫോർമാറ്റ് ആണ്, അല്ലെങ്കിൽ ഒരു ടെംപ്ലേറ്റ് എന്ന് നമുക്ക് പറയാം. എല്ലാത്തിലും കൊണ്ട് തള്ളാം. ഇനിയാണ് നമുക്ക് ഫില്ല് ചെയ്യാനുള്ളത്. ഇനി നമ്മൾ ട്രിപ്പ് ഓഫ് ലഹോളയുടെ ചാപ്റ്റർ സമ്മറി അറിഞ്ഞെങ്കിൽ മാത്രമേ ഇത് ഫില്ല് ചെയ്യാൻ പറ്റുള്ളൂ. സോ അതങ്ങോട്ട് ഫില്ല് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് അവസാനത്തിലേക്ക് നമ്മൾ വൈൻഡപ്പ് ചെയ്യുന്ന സമയത്ത് എന്ത് പറയാന്ന് പറയോ? ലെറ്റ്സ് വൈൻഡ് അപ്പ് ഫോർ നൗ. ഇപ്പൊ താൽക്കാലികമായിട്ട് നമ്മൾ വൈൻഡ് അപ്പ് ചെയ്യാൻ വേണ്ടി പോവാണ്. ബട്ട് വി വിൽ ഷോർലി കം ബാക്ക് വിത്ത് മോർ എക്സൈറ്റിംഗ് ന്യൂസ് ഫോർ യു ഇൻ ദ നെക്സ്റ്റ് എപ്പിസോഡ് ഓഫ് ഡാഷ് പ്രോഗ്രാം. അടുത്ത എപ്പിസോഡിലല്ലേ ഇതിലും എക്സൈറ്റഡ് ആയിട്ടുള്ള, ഇതിലും കിഡിലോസ്കി ആയിട്ടുള്ള കാര്യങ്ങളുമായിട്ട് ഞാൻ വന്നിരിക്കും. ഞാൻ എന്ന് പറയുന്നത് ഞാനല്ല, ആ റിപ്പോർട്ടർ വന്നിരിക്കും. സ്റ്റേ ട്യൂൺഡ്, ഇത് നമുക്ക് പറയാം. സ്റ്റേ ട്യൂൺഡ് ആൻഡ് താങ്ക് യു ഫോർ ജോയിനിങ് അസ്. നമ്മൾ ഈ ഒരു എപ്പിസോഡ് കണ്ടതിൽ നമ്മൾ നന്ദി പറയുന്നു. അവസാനത്തിലേക്ക് വിത്ത് ക്യാമറമാൻ എന്തെങ്കിലും രാമൻകുട്ടിയെന്നോ ശങ്കരൻകുട്ടിയെന്നോ എന്തെങ്കിലും ഒരു പേര് കൊടുക്കുക. സൈനിങ് ഓഫ്, അത് റിപ്പോർട്ടറുടെ പേര്, നമ്മുടെ റിപ്പോർട്ടറുടെ പേര് രാമു എന്നുള്ളതായിരുന്നു. ഇതാണ് ഇതിന്റെ ഏറ്റവും സിംപ്ലസ്റ്റ് ആയിട്ട്. നിങ്ങൾക്ക് ഒന്നും മനസ്സിലേക്ക് വരുന്നില്ല എന്നുണ്ടെങ്കിൽ ഇതങ്ങോട്ട് ഏകദേശം പഠിച്ചു പോയാലും മതി. ഓക്കെ, ആദ്യം നമ്മളൊരു ഗുഡ് മോർണിംഗ് പറയുന്നു, പിന്നെ നമ്മൾ പ്രോഗ്രാമിന്റെ പേര്,
നമ്മുടെ റിപ്പോർട്ടറുടെ പേര്, എവിടെ നിന്നാണ് റിപ്പോർട്ട് ചെയ്യുന്നത് എന്നുള്ളത് പറയാ. അതുപോലെ തന്നെ ഒന്ന് വെൽക്കം ചെയ്തിട്ട് ഇന്ന ചാനലിന്റെ ഇന്ന പ്രോഗ്രാമിലേക്ക് വെൽക്കം ചെയ്യുക. അത് കഴിഞ്ഞ ശേഷം നമ്മൾ ഇന്ന സ്ഥലത്ത് നിന്നാണ് റിപ്പോർട്ട് ചെയ്യുന്നതെന്ന് പറഞ്ഞിട്ട് കുറച്ച് തള്ളി മറിക്കുക. ഇത് മഹാത്ഭുതമാണ്, ഈ കാണുന്നവരൊക്കെ കണ്ണ് തള്ളിപ്പോവും, നൂറുകണക്കിന് ഇവിടെ ഓൾറെഡി ജനങ്ങൾ തിക്കി തിരക്കി നിൽക്കുകയാണ് ഇത് കാണാൻ വേണ്ടിയിട്ട്. എന്നിട്ട് നമ്മൾ ചാപ്റ്ററിലുള്ള കാര്യങ്ങളൊക്കെ പറയാം. റിപ്പോർട്ട് ചെയ്യുക, ഇന്നതാണ് കാണുന്നത്, ഇന്ന കാര്യങ്ങൾ നടക്കുന്നു, അവര് അതിലേക്ക് എടുത്ത് കയറിയിരിക്കുന്നു എന്നുള്ളതൊക്കെ പറയാം. അത് കഴിഞ്ഞതിന് ശേഷം വൈൻഡപ്പ് ചെയ്യുന്ന സമയത്ത് സ്റ്റേ ട്യൂൺഡ് എന്ന് പറയാം. നമ്മൾ തിരിച്ചു വരും. വി വിൽ ബി കമ്മിങ് ബാക്ക് വിത്ത് മോർ എക്സൈറ്റിംഗ് ന്യൂസ് ഫോർ യു ഇൻ ദ നെക്സ്റ്റ് എപ്പിസോഡ് എന്നൊക്കെ പറഞ്ഞിട്ട് വൈൻഡപ്പ് ചെയ്യുക. ക്യാമറമാന്റെ പേരും പറയാം, റിപ്പോർട്ടറുടെ പേരും പറഞ്ഞിട്ട് ഒരു സൈനിങ് ഓഫ് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ TV റിപ്പോർട്ടായി. ഇത്ര മാത്രമേ ഉള്ളൂ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം. ഇനി ഞാൻ പറഞ്ഞല്ലോ, ഏറ്റവും കൂടുതൽ സാധ്യതയുള്ള ട്രിപ്പ് ഓഫ് ലഹോള എന്ന് പറയുന്ന ചാപ്റ്ററിലുള്ള TV റിപ്പോർട്ട് ആയിരിക്കും. സോ അത് നിങ്ങളുടെ ഒരു റെഫറൻസിന് വേണ്ടിയിട്ട് ഞാനിവിടെ കൊടുത്തിട്ടുണ്ട്. അതേ കണ്ടോ, നമ്മൾ ഗുഡ് ഈവനിങ് ലേഡീസ് ആൻഡ് ജെന്റിൽമെൻ എന്ന് പറഞ്ഞുകൊണ്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഞാൻ പറഞ്ഞല്ലോ, ഇൻഫോർടൈൻമെന്റ് സെക്ഷൻ എന്ന് പറഞ്ഞ പ്രോഗ്രാമിൽ ലഹോള കോൺക്വേഴ്സ് ദ സ്കൈ എന്ന് പറയുന്ന പ്രോഗ്രാമാണ് നമ്മൾ എന്താ പറയാ, അതാണ് നമ്മൾ അതിനെ കുറിച്ചാണ് നമ്മൾ പറയാൻ വേണ്ടി പോകുന്നത്. ഇതാണ് നമ്മുടെ സ്ഥലപ്പേരെന്ന് തോന്നുന്നു, എനിക്ക് കറക്റ്റ് മനസ്സിലാകുന്നില്ല. പിന്നെ നമ്മൾ ഡേറ്റ് ഒക്കെ പറഞ്ഞിട്ടുണ്ട്. അതെ, ലെവിലേറ്റ് എന്ന് പറയുന്ന സ്ഥലത്ത് നിന്നാണ് അത് പറയുന്നത്, ഫ്രഞ്ച് ആണ്. എന്നിട്ട് ഇത്രയും ഭാഗം നമ്മൾ അവിടെ നടക്കുന്ന കാര്യങ്ങളെ കുറിച്ചൊക്കെയാണ് പറയുന്നത്. 300ഓളം ആൾക്കാർ അവിടെ വന്നിരിക്കുന്നു എന്ന് പറയുന്നു. അവസാനത്തിലേക്ക് വരുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, നമ്മൾ ഈ സ്റ്റേ ട്യൂൺഡ് ക്യാമറമാന്റെ പേരും ഒരു സൈനിങ് ഓഫ് ഒക്കെ കൊടുത്തിട്ട് അതങ്ങോട്ട് വൈൻഡപ്പ് ചെയ്യാം. ഓക്കെ, സോ ഇത്രയേ ഉള്ളൂ നമ്മുടെ ലൈവ് TV റിപ്പോർട്ട് എന്ന് പറയുന്നത്. അപ്പോൾ ഒരു പുതിയൊരു ഫോർമാറ്റ് ആണ് ഇത്, പുതിയൊരു ഡിസ്കോഴ്സ് ആണ് ഇത്, നമുക്ക് അറിയില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് ഈ ചോദ്യം വന്നു കഴിഞ്ഞാൽ സ്കിപ്പ് ചെയ്യരുത്. വളരെ സിമ്പിൾ ആണ്. ഇത്രയേ ഉള്ളൂ ലൈവ് TV റിപ്പോർട്ട്. ഇതിന്റെ ഈ ഒരു ടെംപ്ലേറ്റ് പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ തന്നെ ഇതിൽ ഒരു മാർക്കും പോകില്ല. ഏകദേശം ഒരു 6 മാർക്കിന് ഈസിലി നിങ്ങൾക്ക് അടിച്ചെടുക്കാവുന്നതാണ്. അപ്പോൾ മിസ്സാക്കരുത്. ഓൾ ദ വെരി ബെസ്റ്റ്. താങ്ക് യു.